ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോസായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല. ഒരു ബീഫ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് കുക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അത് ആദ്യം നോക്കിയിട്ട് വരാം. വായോ. അപ്പോൾ നമുക്കിത് വേണ്ടത് കുറച്ച് ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, അരിഞ്ഞെടുത്തതാണ്. ഉള്ളി, പച്ചമുളക്, കരിവേപ്പിലയും പുതിനയിലയും ഉണ്ട് കേട്ടോ. അതിൽ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും, ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇറച്ചി ഒന്ന് കഴുകി വൃത്തിയാക്കണം. നല്ലപോലെ കട്ട് ചെയ്തിട്ടത് തന്നെയാണ്, കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ കഴുകുന്നൊന്നും എടുക്കുന്നില്ല, സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ, സോറി. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുതിനയിലയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളകും ഇട്ട് കൊടുത്ത് കുറച്ച് പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൽ നിന്നും കുറേശ്ശെ പൊടി ഐറ്റംസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കൂടെ പൊടി ഐറ്റംസുകൾ അത്രയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പാണ് കേട്ടോ. പിന്നെ എല്ലാ പൊടി ഐറ്റംസിൽ നിന്നും നമ്മൾ ബീഫിന് വേണ്ടുന്ന കേട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, എല്ലാത്തിൽ നിന്നും കുറേശ്ശെയായിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടി, പിന്നെ മീറ്റ് മസാല കൂടെ ഇട്ടുന്നുണ്ട് കേട്ടോ. മീറ്റ് മസാലയാണ് ഇവിടെ കിട്ടിയത്, ബീഫ് മസാല കിട്ടിയില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാനിതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുഴച്ച് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് വിസിൽ വരട്ടെ. അപ്പോൾ അങ്ങനെ വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇനി കുറച്ച് കടുക് പൊട്ടിച്ച് ഇതൊക്കെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടതൊക്കെ തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത്. നമ്മൾ വയ്ക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഉള്ളി, തക്കാളിയൊന്നും വളരെ കുറച്ച് ഉള്ളൂ കേട്ടോ. ഒരു തക്കാളിയൊക്കെ ചെറിയ സൈസ് കിട്ടുകയാണെങ്കിൽ അത്രയും മതി, അതിന് ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ ബാക്കി കൂട്ടുകൾ എല്ലാം അപ്പോൾ നമ്മൾ ഓൾറെഡി പകുതിയാണ് ഇട്ട്, ബാക്കി പകുതി ഇതിലോട്ടിട്ട് നമ്മൾ നല്ലപോലെ മുരിച്ചെടുത്തിട്ട് ഇറച്ചി വേവിച്ച് ആ ഒരു വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്. വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല ഇതിൽ. അപ്പോൾ ആ വെള്ളവും പിന്നെ വേവിച്ച ഇറച്ചിയൊക്കെ നമ്മൾ അതിനകത്ത് കുക്കറിൽ തുറന്ന് ഇതിനകത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതൊന്ന് തിളച്ച് നല്ലൊരു പാകമായിട്ട് വരുമ്പോൾ നമ്മൾ വാങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് കറി. അപ്പോൾ നമുക്ക് ഇനി അതിൽ കുറച്ച് കപ്പയും കൂടെ വെച്ച് നമ്മുടെ പ്രബിന് കറി ഒഴിച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവനത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളോടത് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രബിന് കൊണ്ടു കൊടുക്കാം. അപ്പോൾ വീഡിയോ അതിനു മുമ്പായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അങ്ങനെ നമ്മളെ വീഡിയോസ് മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക. നിങ്ങളും അതിങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രബിന് ഇതാ കൊടുക്കുകയാണ്. പ്രബിൻ കഴിക്കുകയാണ്. പ്രബിന് ഇഷ്ടപ്പെടും ഉറപ്പാണ്. കാരണം അവന് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. പിന്നെ വലിച്ചു വാരി കുഴച്ചൊന്നും കഴിക്കില്ല. ഇത് ഇങ്ങനെ ചെറുതായി കുറേശ്ശായിട്ട് എടുത്ത് അങ്ങനെ അവന് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്യാൻ കൂടെ മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.